ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു കമൻറ്റ് വന്നു, കമ്ര കാവ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഒരുപാട് നാളായിട്ട് രണ്ട് പെർഫ്യൂമിനെ പറ്റിയിട്ട്, അതായത് ലത്താഫയുടെ കമ്ര കാവ, ഈ രണ്ട് പെർഫ്യൂമിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു കമൻറ്റ് വന്നു, കമ്ര കാവ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ രണ്ട് പെർഫ്യൂമും നിങ്ങളെ മുന്നിൽ ഇപ്പോൾ റിവ്യൂ ചെയ്യാണ്. പലരും ഉപയോഗിക്കുന്ന പെർഫ്യൂം ആണെങ്കിൽ കൂടി എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ലത്താഫയുടെ പ്രൊഡക്റ്റുകളിലെ മികച്ച പെർഫ്യൂമുകളിലെ ഒരു ഐറ്റമാണ് ഈ ലത്താഫ കമ്ര. ഇതിൻ്റെ പാക്കേജിങ് സ്റ്റാൻഡേർഡ് കൊണ്ടും അതേപോലെ ഇതിൻ്റെ ബോട്ടിൽ കൊണ്ടും ഫ്രാഗ്രൻസ് കൊണ്ടും ഇത് ആളുകളിൽ അത്രയും ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ എവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം എന്തുകൊണ്ട് ഇത്രത്തോളം ഡിമാൻഡ് വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറയാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബോക്സ് നല്ല ഹാർഡ് കേസ് ബോക്സാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രസൻറ്റേഷൻ ആയിട്ടുള്ള ഒരു ബോക്സാണ് ഇതിന് വന്നിരിക്കുന്നത്. രണ്ട് കളറിൽ 2 പീസ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. കണ്ട, ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു മിററൊക്കെ എനിക്ക് കാണാം. അതേപോലെ ഇതിൻ്റെ ബോട്ടിൽ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ബോട്ടിലൊക്കെ കാണാം. അപ്പോൾ ഇത് ആർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നവർ ആ ഒരു പ്രീമിയം പ്രൊഡക്റ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് അവർ ഇതിൻ്റെ ഒരു പാക്കേജിങ് ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയോടെ, അതായത് ഗ്ലാസിൻ്റെ ക്യാപ്പ്, അതേപോലെ ഈ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ തന്നെ നല്ല പാറ്റേണൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ബോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്ന ഈ ഒരു മിറർ ടൈപ്പിൽ ഇതിൽ കമ്ര എന്നൊക്കെ ഇതിൽ പ്രിൻറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ ക്വാളിറ്റി, അതേപോലെ പിന്നെ എന്താ പറയുക ബോട്ടിലിൻ്റെ ക്വാളിറ്റി, അതൊക്കെ എന്താ പറയുക നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്മെല്ലൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശരിക്കൊരു സ്വീറ്റ് സ്പൈസി ആയിട്ടുള്ള ഒരു നോട്ട്സാണ് എനിക്ക് ഫസ്റ്റ് നോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സിന്നമോണിൻ്റെ ആ ഒരു സ്മെല്ലാണ് ഫസ്റ്റ് ഒരു സ്പൈസി ആയിട്ട് വരുന്നത്. പിന്നെ ആ ഒരു നട്ട്മഗിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രാഗ്രൻസ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട് എന്ന് വരില്ല. അപ്പം സ്പൈസി ഫ്രാഗ്രൻസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതായത് സ്പൈസി നോട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ഫ്രാഗ്രൻസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് ഇത് മാർക്കറ്റിൽ എത്രത്തോളം ഇത് ഡിമാൻഡ് വരുന്നു എന്നുള്ളത്, ഇതൊരു ട്രെൻഡിങ് എന്താ പറയുക പെർഫ്യൂമാണ്. അതായത് ഇതിപ്പം എല്ലാവരും വാങ്ങിക്കുന്നു, അപ്പം ഞാനും വാങ്ങിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രാഗ്രൻസാണ് ഈ ലത്താഫയുടെ കമ്ര എന്ന് പറയുന്നത്. അപ്പം ഒരാളിത് വാങ്ങിക്കുന്നതിന് അത് നല്ലതാണെന്ന് പറയുന്ന നേരം മറ്റൊരാളും അതേപോലെ പോയിട്ട് വാങ്ങിക്കും. പക്ഷെ ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടില്ല. അതാണ് നമ്മൾ എവിടെ നോക്കിയാലും ഇതിൻ്റെ റിവ്യൂസ് എവിടെ നോക്കിയാൽ അതിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കാണും. എവിടെ പോയി നോക്കിയാലും ഇതിൽ നെഗറ്റീവ് റിവ്യൂസ് കാണും. അതിനുള്ള മെയിൻ കാരണം ഇതെല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രാഗ്രൻസ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക ഈ ഒരു ഫ്രാഗ്രൻസ്, അതായത് സ്പൈസി നോട്ട്സ് ഇഷ്ടപ്പെടുന്ന ആരായാലും അവർക്ക് ഇത് ഇഷ്ടപ്പെടും. 100% ഇഷ്ടപ്പെടുന്ന ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിങ് വന്നിട്ട് എനിക്ക് അത്രത്തോളം ഇതൊരു ലാസ്റ്റിങ് കിട്ടുന്നില്ല. അതായത് മാക്സിമം പോലെ ഒരു 4 മണിക്കൂറൊക്കെ ഇതിൻ്റെ ഒരു ലാസ്റ്റിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. 4 to 5 hours എനിക്ക് പറയാം. അതിലധികം ഇത് ലാസ്റ്റ് ചെയ്യുന്നൊരു ഫ്രാഗ്രൻസ് അല്ല. അപ്പം തികച്ചും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാഗ്രൻസിന് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് നമ്മൾ എവിടെ പോയി നോക്കിയാലും കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാവുന്നതാണ്. പലരും ഇതിനെ പറ്റിയിട്ട് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാനും നല്ലത് തന്നെ പറയുന്നുള്ളൂ. പക്ഷേ എന്നാലും ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടില്ല. സ്മെൽ വൈസ് ഇത് നല്ല സ്മെല്ലാണ്. സ്പൈസി നോട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് തന്നെയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രം. പിന്നെ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ല എന്താ പറയുക നമ്മൾ കുത്തുന്ന ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്തരം സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ആളുകളൊന്നും ഇത് വാങ്ങി ഉപയോഗിക്കരുത്. പിന്നെ അതേപോലെ ഇത് ഒരു യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു പാർട്ടി വെയർ ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം.
അതിൻ്റെ ലാസ്റ്റിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു 4 to 5 hours മാക്സിമം ഇൻഡോറിൽ നമുക്കിത് ലാസ്റ്റിംഗ് കിട്ടുന്നുള്ളൂ. പിന്നെ അതേപോലെ ഇത് നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് മാർക്കറ്റിൽ വന്നിട്ട് ബിലോ 100 dirhams ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ്. ഇതിൻ്റെ പാക്കേജിങ്ങും ഈ ഒരു ബോട്ടിലും ഈ ഒരു ഫ്രാഗ്രൻസിൻ്റെ സ്മെല്ലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ശരിക്കും വേർത്താണ്. അപ്പോൾ കമൻറ്റിൽ വന്നിട്ട് പലരും നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ അവരെ ഫീഡ്ബാക്ക് പറയുന്നത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതിനൊരു കാരണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാരണമാണ്. ഇത് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫ്രാഗ്രൻസ് അല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഫ്രാഗ്രൻസിൻ്റെ നോട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, സ്പൈസി നോട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, സ്വീറ്റ് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകൾ മാത്രമേ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിക്കാം. മറ്റൊരാൾ വാങ്ങി എന്ന് വിചാരിച്ച് നമുക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാനിത് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സ്വീറ്റ് സ്പൈസി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ വന്നിട്ട് എന്നെ തെറി പറയണ്ട. ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ലത്താഫയുടെ തന്നെ കമ്ര കാവ ഇത് ടെസ്റ്റ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കമ്ര കാവയും ഇതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻസ്, ബോട്ടിലെ പാക്കേജിങ് സ്റ്റാൻഡേർഡ് അതെല്ലാം ആ ഒരു എന്താ പറയുക പ്രീമിയം ക്വാളിറ്റിയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വ്യത്യാസമില്ല, ഫ്രാഗ്രൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതേപോലെ ബോക്സിൻ്റെ കളറ് ഒരു കോഫി കളറാണ്, അതിൽ മാത്രമേ ശരിക്കും അതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ടെസ്റ്റ് ചെയ്യാം, എങ്ങനെയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. പേര് പോലെ തന്നെ ഇത് ശരിക്കൊരു കാവ ആണ്. അതായത് അറബിക്കിൽ കാവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കോഫിയാണ്. ശരിക്കും ആ ഒരു ഫസ്റ്റ് നോട്ട് വരുന്ന തന്നെ ആ ഒരു കോഫി, നമ്മൾ കോഫി ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് കിട്ടുന്ന എന്താ ഒരു സ്മെല്ലില്ല, നല്ലൊരു അടിപൊളി കോഫി, ആ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല്, ആ ഒരു സ്മെല്ലാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ സ്പ്രേ ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് കോഫി നോട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രാഗ്രൻസ് അല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോഫി സ്മെല്ല് ഇഷ്ടപ്പെടുന്നോ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഈ ഒരു സ്മെല്ല് ഇഷ്ടപ്പെട്ട് എന്ന് വരില്ല. നിങ്ങളെ കൂടെയുള്ള ആളുകൾക്ക് ഈ ഒരു സ്മെല്ല് ചിലപ്പോൾ അവർക്ക് അരോസരപ്പെടുത്തുന്ന സ്മെല്ലായിരിക്കാം. നിങ്ങൾക്ക് പേഴ്സണലി ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ, അതായത് കോഫി സ്മെല്ല് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്രാഗ്രൻസ് തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കുക. ഇതും അതേപോലെ ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 to 5 hours മാത്രമേ ഇതിൻ്റെ ലാസ്റ്റിംഗ് ഉള്ളൂ. അതിലേറെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ വാങ്ങിക്കരുത്. പക്ഷേ ഈ രണ്ട് പെർഫ്യൂമും ഞാൻ ഒരേപോലെ പറയുന്നു. ഇതിൻ്റെ പാക്കേജിങ് സ്റ്റാൻഡേർഡും അതേപോലെ ഇതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും വളരെ അധികം നന്നായിട്ടുണ്ട്. ബോട്ടിലും അതേപോലെ ബോക്സും കണ്ടിട്ട് ആരും ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയില്ല. അത്രത്തോളം നല്ല ക്വാളിറ്റിയിലാണ് ലത്താഫ ഉണ്ടാക്കിയിരിക്കുന്നത്. കോഫി സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ലത്താഫയുടെ കാവ ഈ ഒരു പെർഫ്യൂം വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നോർമൽ പെർഫ്യൂമുകൾ പോലെ അല്ല ഈ ഒരു പെർഫ്യൂം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പലരും ഈ ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ നെഗറ്റീവ് റിവ്യൂസ് കമൻസിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ നിങ്ങളിത് വാങ്ങിക്കാതിരിക്കുക. കോഫി സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലത്താഫയുടെ കാവ ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കാം. അതേപോലെ സ്വീറ്റ് സ്പൈസി സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലത്താഫയുടെ കമ്ര, ഈ നോർമൽ കമ്ര ഈ ഒരു പെർഫ്യൂം വാങ്ങി ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളാരെങ്കിലും ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കണമെങ്കിൽ, മാർക്കറ്റിൽ എല്ലായിടത്തും ഈ ഒരു പെർഫ്യൂം കിട്ടുന്നില്ല, നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ഈ പെർഫ്യൂം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബായ്.